പോയി പാർക്കിംഗിൽ എങ്ങനെ വെയിറ്റ് ചെയ്യും. ഞാൻ കാശ് വാങ്ങിട്ട് പോരാം. താൻ പോയിട്ട് വരുമോ? വന്നില്ലെങ്കിൽ താൻ എന്റെ വണ്ടി കൊണ്ടേ. ഈ വണ്ടി തന്നെ അല്ലേ? അന്ന് പിസ്സ കൗണ്ടറിൽ വെച്ച് തല്ലിയത് അവനാ. എന്താടാ നീ എന്റെ പിള്ളേരെ തല്ലുവല്ലടാ? ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ തല്ലി നോക്കടാ. ചേട്ടാ വേണ്ട ചേട്ടാ, പ്ലീസ് പ്ലീസ് ചേട്ടാ, വേണ്ട ചേട്ടാ, പ്ലീസ്. ഡാടാ നിക്കടാ. നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് അവനെ തല്ലിയാൽ ഒരു നിമിഷം കൊണ്ട് കാര്യം കഴിയില്ലേ? അത് ശരിയാവില്ല. നിങ്ങൾ ഓരോരുത്തരും ഓരോ മിനിറ്റ് വീതം അവനെ തല്ലുകയാണെങ്കിൽ 15 മിനിറ്റ് ഫുൾ ടൈം പാസ്. ചേട്ടാ പ്ലീസ് ചേട്ടാ. അവന്റെ പേടി കണ്ടോടാ. ചേട്ടന്മാരെ ഞാൻ പറയുന്നേക്ക്, ഞാനിപ്പോ ഡ്യൂട്ടിയില്ല. എനിക്ക് കളയാൻ 15 മിനിറ്റ് സമയമില്ല. 3 പേര് വെച്ച് വരികയാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് കാര്യം തന്നെ. പേടിച്ചു പോയോ? അയ്യേ, ഇതെങ്ങനെ ശരിയാവുന്നത്? ഇത്ര പെട്ടെന്ന് വീണ് പോയോ? 4 പേര് വെച്ച് പോയോ? ഇനി ബാക്കിയുണ്ട്. നീ മ്യൂസിക്കില്ലാതെ അടിക്കില്ലെന്ന് പറഞ്ഞിട്ട്. അടിക്കാൻ മ്യൂസിക്കിന്റെ ആവശ്യമില്ലടാ, ഒരു മൂഡ് ഉണ്ടായിരുന്നാ മതി. അളിയ ഇനി 2 മിനിറ്റ് ടൈം ഉണ്ടളിയ. പോയി 2 പേരും കൊണ്ട് വിളിച്ചോണ്ടാ സമയം കളയാം. സോറി, ഞങ്ങൾക്ക് താല്പര്യമില്ല. കൊണ്ടുപോടാ. എന്തായിരുന്നു? ചേട്ടന്റെ വണ്ടി ഒരു പെണ്ണ് എടുത്തോണ്ട് പോകാറുണ്ട്. അത് പറയാൻ വന്നപ്പോഴാ ചേട്ടൻ എന്റെ കൂപ്പിലിട്ട് ഇടിച്ചത്. അവള് വീണ്ടും എന്നെ പറ്റിച്ചു കളഞ്ഞല്ലോ. സാറേ, മോള് വരുന്നുണ്ട്. എന്താ നീ ഇത്രയും താമസിച്ചത്? ക്ലാസ് കഴിഞ്ഞത് ഇപ്പോഴാച്ചാ. സാറേ, ആ പയ്യനെ കുറിച്ച്. ബണ്ണി, ഇന്നലെ നമ്മുടെ കാശ് തരാതെ മുങ്ങിയ പെണ്ണില്ലേ, അവള് വന്ന് കാശ് മുഴുവൻ തന്നു. അവിടെ ഇരിപ്പുണ്ട്. കുഴപ്പമില്ലല്ലോ. ബണ്ണി ബണ്ണി, ഒന്ന് ഹെൽപ്പ് ചെയ്യോടാ. എന്റെ ലവർ ശാന്തിയാ അവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ ഇപ്പൊ പണക്കത്തില്ല. ഈ ലെറ്റർ ഒന്നുകൊണ്ട് അവളുടെ ബുക്ക് വെക്കോടാ. നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചേ? അളിയാ, അതല്ലടാ. ബ്രോക്കർമാരോട് പറയടാ. പ്ലീസ് നിന്നെ മാത്രം എനിക്ക് വിശ്വാസമാണ്. അതുകൊണ്ടാണ്. പ്ലീസ് മോനെ, പ്ലീസ്. അവിടെ ആ ബ്ലൂ ചുരിദാർ നമ്മുടെ പാർട്ടികളാ. താങ്ക്സ്.
ഹായ് കാന്തമ്മ. ലുക്ക്, നിന്റെ കാശ് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി എന്നോട് മിണ്ടാൻ വന്നേക്കും. ഓക്കേ. പാചകം മടി നിർത്തൂ. ഫുഡ് കൊള്ളില്ല. ഇത് എത്ര ദിവസമായതാ? ലുക്ക് മാഡം, ഈ ഷോപ്പിൽ ഫ്രഷ് ഐറ്റംസേ ഉള്ളൂ. നിന്നെ പോലെയല്ല. എന്താ ശരിയല്ലേ? ആ പിന്നെ മോരവണ്ടി. ഞാൻ പോവാ. ലേറ്റ് ആയാൽ അച്ഛൻ വഴക്കു പറയും. ലെറ്റർ വെച്ചത് അവള് പോടാ. ലെറ്റർ പോയടാ. ഒരു ലെറ്റർ അല്ലേ, അത് പോട്ടടാ. സൂപ്പർ സാമ്പാർ. ഇത് വെറും കിഴങ്ങിയല്ല, സാമ്പാർ കിഴങ്ങി. മധു, എനിക്കല്പം സംസാരിക്കാനുണ്ട്. വേഗം കഴിച്ചിട്ട് വാ. നീ കഴിക്കുമോളെ. അച്ഛാ, പേര് അരവിന്ദ്, ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ്. നമ്മുടെ സമുദായത്തിലെ ഒരു വലിയ കോടീശ്വരൻ. നിന്റെ ഫോട്ടോ കണ്ടപ്പോ തന്നെ അയാൾക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അടുത്ത മാസം 10-ാം തീയതിയാ കല്യാണം. കല്യാണത്തിന് ഇനി 10-20 ദിവസം പോലും തികച്ചില്ല. ഇൻവിറ്റേഷൻ കാർഡ് ഇന്ന് കിട്ടും. വിളിക്കേണ്ടവരുടെയൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. ഒരാളെ പോലും വിട്ടുപോകരുത്. ശരി സാർ. അച്ഛാ, ഇത്ര പെട്ടെന്ന് കല്യാണത്തിന് ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? തെറ്റൊന്നും ചെയ്തില്ലേ നീ? സാർ, എന്റെ മോള് നീ എവിടെ വെച്ച് കണ്ടെന്നാ പറഞ്ഞത്? നേതാജി സർക്കിലൂടെ ഒരു പയ്യന്റെ കൂടെ വണ്ടി പോകുന്നുണ്ട്. എനിക്ക് അവനോട് യാതൊരു ബന്ധമില്ല അച്ഛാ. അന്നൊരു ദിവസം പിസ്സ ഹട്ടിൽ വെച്ച്. മിണ്ടരുത്. അവനുമായിട്ട് ഒരു ബന്ധവും ഇല്ലെങ്കിൽ പിന്നെ നിന്റെ ബുക്കിനകത്ത് അവന്റെ ലവ് ലെറ്റർ എങ്ങനെ വന്നു? എനിക്കറിയില്ല അച്ഛൻ, സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. എന്നെ വിശ്വസിക്കണം. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞില്ലടാ നിന്നോട്. ആരും ഇടപെട്ട് പോകരുത്. നമ്മുടെ സമുദായത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ പുറത്തു പോയാൽ ഒറ്റ വോട്ടേ പോകത്തുള്ളൂ. എന്നാൽ എന്റെ മോളാണ് പോകുന്നതെങ്കിൽ ആ ഒറ്റ വോട്ട് 1,00,000 വോട്ടിന് തുല്യമാണ്. വേണ്ടിപ്പോകരുത്. തീരുമാനിച്ച കല്യാണം നടക്കും. നിന്റെ പഠിത്തവും ആട്ടവും ഒക്കെ ഇനി നിർത്തിക്കോ. മധു, ഇത്രയും കാലം നീ കഷ്ടപ്പെട്ട് പഠിച്ചതൊക്കെ വെറുതെ ആയല്ലോ. ഇതിനെല്ലാം കാരണം ആ ലെറ്ററാ. അതവളുടെ ബുക്കിൽ വെച്ചവൻ ആരായാലും അവൻ എന്റെ കയ്യിലെങ്ങാനൊന്ന് കിട്ടിയിരുന്നെങ്കിയാ. ഡോക്ടർ അമ്മമാരെന്താ ഒരു ഗൂഢാലോചന? എടി പൊന്നമ്മേ മാറ്. ആ തങ്കമ്മേ, അരെ ശാന്തമ്മ സിംഗേ. എടോ കാന്തമ്മേ, ഇന്നലെ മിസ്റ്റേക്ക് പറ്റി ഒരു ലെറ്റർ തന്റെ ബുക്കിലായിക്കോട്ടെ. അത് തനിക്കുള്ളതല്ല, ശാന്തിക്ക. അങ്ങ് കൊടുത്തേക്ക്. വിജയ് തന്നാ താങ്ക്സ്. ഇങ്ങനെ പറഞ്ഞ എങ്ങനെ മനസ്സിലാവുന്നത്? ആരെങ്കിലും ഒരാൾ പറ. എങ്ങനെയാ പറയേണ്ടത്? എന്റെ ജീവിതം നശിപ്പിച്ചപ്പോ നിനക്ക് സമാധാനമായില്ലേ? ഈ കല്യാണം നടന്ന നീ എന്റെ ശവമായിരിക്കും പിന്നെ കാണുന്നത്. അപ്പോഴേ നിനക്ക് മനസ്സിലാവും നീ എത്ര വലിയ തെറ്റാ ചെയ്തെന്ന്. ഇങ്ങനെയൊക്കെ ആവുമ്പോ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. ഐ എം റിയലി വെരി സോറി. ഞാൻ അറിയാതെ ചെയ്തു പോയത് തെറ്റാണെങ്കിലും തനിക്ക് വേണ്ടി ഞാൻ അതിന് പ്രായശ്ചിത്തം ചെയ്യും. ഇറ്റ്സ് എ പ്രോമിസ്. അളിയ ബണ്ണി ടെൻഷൻ അടിക്കാതെ. കല്യാണം നടത്താനാ പാടും, മുടക്കാൻ ഒരു പാടുമില്ല. അതിരിക്കട്ടെ, പയ്യനാരാണെന്ന് പറ. ഏതോ ഒരു DCP അരവിന്ദ്. DCP അരവിന്ദോ? വേണ്ടടാ, അയാൾ ഇടിയിൽ PhD എടുത്തവനാ. എന്താളിയാ നീ കോളേജ് പിള്ളേർ ഇടിച്ച പോലെ ഇത് അത്ര ഈസി ആണെന്നാണോ? ആ DCPക്ക് തോക്ക് വെറും പേന പോലെ അറിയോ? എടാ അളിയ, സൂപ്പർ ഐഡിയ ഉണ്ട്. ആ DCPക്ക് എയ്ഡ്സ് ഉണ്ടെന്ന് പറഞ്ഞാലോ? വേണ്ട, ഇനി നിങ്ങളുടെ ആരുടെ ഐഡിയ ഒന്നും ആവശ്യമില്ല. ഹലോ സർ, DCP അരവിന്ദാണോ സർ? യാ സ്പീക്കിംഗ്. സർ, എന്റെ പേര് ബണ്ണീന്ന. സർ, എനിക്ക് സാറിനെ ഒന്ന് പേഴ്സണലായിട്ട് കാണണം. എടാ അളിയ,
നീ പോയി എന്താ പറയാൻ പോകുന്നത്? എന്താ പറയണമെന്ന് അറിയില്ല. എങ്ങനെ കല്യാണം മുടക്കിയേ പറ്റൂ, അത് മാത്രമേ അറിയൂ. വിജയ, എന്താ അളിയാ? ഞാൻ ട്രൈ ചെയ്യുന്നത് നടന്നില്ലെങ്കിൽ ഡൗട്ടേ വേണ്ട, ഡെഡ് ബോഡിയാ. നീ പേടിക്കാടാ, ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഈ പറഞ്ഞ എന്റെ കാര്യമല്ലടാ, പിന്നെ നിന്റെ കാര്യമാ ഞാൻ പറഞ്ഞത്. എല്ലാം നീയായിട്ട് വരത്തി വെച്ചല്ലേ. ഞാൻ വരട്ടെ.